അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 20ാമത്തെ പാഠം അദ്ദറസുൽ ഷുറൂൻ ഹാദിമുൽ ലദ്ദാത്ത്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹ് നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ചു വൃത്തിയായി വുളൂ ചെയ്തു. കഫം പുടവ വിരിച്ചു. അതിൽ ഖിബിലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. മരണത്തിന്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നുവരെ ലോകത്ത് വന്നവർ മരിച്ചുപോയി. അക്കൂട്ടത്തിൽ നബിമാരുമുണ്ട്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളും എല്ലാമുണ്ട്. എപ്പോൾ മരിക്കുമെന്ന് മഹാന്മാരായ ചിലർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല. ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ അല്പം പോലും കൂട്ടുകയോ കുറക്കുകയോ ഇല്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചെരുപ്പിന്റെ വാർ കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തന്റെ കുടുംബത്തിൽ കഴിയുന്നത്. ഈ ലോക ജീവിതം വളരെ ചെറുതാണ്. പരലോക ജീവിതം അറ്റമില്ലാത്തതുമാണ്. അതുവരെ ബർസഖി ലോകത്ത് ജീവിക്കേണ്ടി വരും. ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട്. സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരകയാതനകളുമാണുള്ളത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെ കുറിച്ചോർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അതുകാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ണുനീരിന്റെ പാടുകളുണ്ടായി. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. ഹിദായത്തുൽ അദ്കിയായിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസു കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഉദാഹരണമായി, മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായമാകും. വീട്, വസ്ത്രം, ഭക്ഷണം, വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാൻ മരണസ്മരണ നമ്മെ സഹായിക്കും. ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഹിദായത്തുൽ അദ്കിയായിൽ പറയുന്നു, വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. ഇനി അതിന്റെ അർത്ഥങ്ങളൊക്കെ പിന്നിലുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇനി അതിന്റെ വർക്ക് ബുക്കിലേക്ക് നമുക്ക് നോക്കാം. അദ്ദറസുൽ ഇശ്റൂൻ ഹാദിമുൽ ലദ്ദാത്ത്. 1. നക്തശിഫുൽ മഅന, അർത്ഥം വ്യക്തമാക്കുക. വഖനാ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ
നിന്ന് ശരീരം ആഗ്രഹിക്കുന്നതിനെയും ആർഭാടത്തെയും ഉപേക്ഷിക്കുക വഴി കുറഞ്ഞതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. 2. അമലും ബിലാ ദിക്രിൽ മനീയതി ലാ അസർ വബിദിക്രിഹാ ഹഖൻ കദർബി മആവില. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾ പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. കുല്ലുംരിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ചെരുപ്പിന്റെ വാർ കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തന്റെ കുടുംബത്തിൽ കഴിയുന്നത്. 4. ومن يطلبا ما ليس يعنيه فقد فات الذي يعنيه من غير ابتلاء. തീർച്ചയായും ഒരാൾ ആവശ്യമില്ലാത്തതിനെ തേടിയാൽ ആവശ്യമുള്ളത് അവനിൽ നിന്നുള്ള വീഴ്ച കൂടാതെ തന്നെ നഷ്ടപ്പെടുന്നതാണ്. ഇനി ഉത്തരം എഴുതുക. 2. നുജീബ്. 1. ഖനാത്ത് എന്നാൽ എന്ത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ. 2. മരണസ്മരണയുടെ വിധി എന്ത്? സുന്നത്ത്. 3. മരണസ്മരണ കൊണ്ടുള്ള നേട്ടമെന്ത്? ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. 4. സന്തുഷ്ടരായ ഈ മരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 5. മരണത്തെ പേടിക്കുകയാണോ വേണ്ടത്? മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. 6. ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു ആര്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി നുഇദ് ഫിക്ര, ഒരു ഗണ്ണിക തയ്യാറാക്കുക. 1. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ചു വൃത്തിയായി വുളൂ ചെയ്തു, കഫൻ പുടവ വിരിച്ചു, അതിൽ ഖിബിലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിന്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. 2. മരണസ്മരണ ഇല്ലാത്തതിന്റെ കോട്ടങ്ങൾ. നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിക്കുകയില്ല, അസൂയ ഉണ്ടാകും, അഹങ്കാരം ഉണ്ടാകും, ദുനിയാവിനോട് അമിതമായ ആഗ്രഹം ഉണ്ടാകും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കില്ല. ഇനി 4ാമത്തെ വർക്ക് തഖ്സീസ്, മരണത്തെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.